Dear students, welcome to Learner's World. In this video, I'm going to talk about a short story, A Jury of Peers by Susan Glaspell, FUGP, Semester 4, SEC Literature, Calcutta University. Summary of A Jury of Peers. It's a short story. The story shows how men and women view the world differently. Men ignore domestic life while women understand its meaning. അതായത് ഈ ഒരു കഥയിൽ പറയുന്നത് എങ്ങനെയാണ് ഒരു പുരുഷനും സ്ത്രീയും ലോകത്തെ വ്യത്യസ്തമായിട്ടുള്ള കോണുകളിലൂടെ കാണുന്നത്. അതുപോലെ പുരുഷന്മാരെപ്പോഴും ഡൊമസ്റ്റിക് ലൈഫിനെ ഇഗ്നോർ ചെയ്യും, സ്ത്രീകൾ അതിന് അർത്ഥം കണ്ടെത്തുന്നവരാണ്. അതോടൊപ്പം തന്നെ പുരുഷന്മാർ ലീഗൽ ജസ്റ്റിസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, സ്ത്രീകൾ എപ്പോഴും മോറൽ ആൻഡ് ഇമോഷണൽ ജസ്റ്റിസിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇതിൻ്റെ തീമായിട്ട് വരുന്നത്. A Jury of Peers by Susan Glaspell is a short story about a murder investigation that slowly reveals the hidden suffering of a lonely woman. അപ്പോൾ ഇതൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കഥയാണ്. സുസൻ ഗ്ലാസ്പെല്ലാണ് അത് എഴുതിയിരിക്കുന്നത്. അതായത് ഒരു കൊലപാതകം നടന്നു, അതിൻ്റെ അന്വേഷണത്തിലൂടെ ഒരു സ്ത്രീയുടെ ഒളിഞ്ഞു കിടക്കുന്ന ദുഃഖവും അവളുടെ ഏകാന്തതയും ഒക്കെ അവതരിപ്പിക്കുന്ന ഒരു കഥയാണിത്. The story takes place on a cold winter day in farmhouse in Iowa, where several people arrive to investigate the death of a farmer named John Wright. അപ്പോൾ ഈ കഥ നടക്കുന്നത് ഐവയിലെ ഒരു ഫാം ഹൗസിൽ ഒരു തണുത്ത ശീതകാല ദിവസത്തിലാണ് ഇത് ആരംഭിക്കുന്നത്. ജോൺ റൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കർഷകൻ തൻ്റെ കിടക്കയിൽ കഴുത്ത് നെരിച്ച് കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അന്വേഷണ ഭാഗമായിട്ടാണ് ഈ ഒരു കഥ തുടങ്ങുന്നത്. ദ ഗ്രൂപ്പ് ഇൻക്ലൂഡ്സ് ദ കൺട്രി അറ്റോർണി മിസ്റ്റർ ഹാൻഡർസൺ, ദ ഷെരീഫ് മിസ്റ്റർ പീറ്റേഴ്സ്, എ നെയ്ബർ മിസ്റ്റർ ഹെയിൽ ആൻഡ് ദ ടു വുമൺ മിസ്സിസ് ഹെയിൽ ആൻഡ് മിസ്സിസ് പീറ്റേഴ്സ്. അപ്പോൾ ഈ അന്വേഷണത്തിൽ ഉള്ള ആളുകൾ ആരൊക്കെയാണെന്ന് വെച്ചാൽ കൗണ്ട് അറ്റേർണി മിസ്റ്റർ ഹാൻഡേഴ്സൺ, ഷെരീഫ് മിസ്റ്റർ പീറ്റേഴ്സ്, അതുപോലെ നെയ്ബറായിട്ടുള്ള മിസ്റ്റർ ഹെയിൽ, ഇവരൊക്കെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഇവരോടൊപ്പം മിസ്സിസ് ഹെയിലും ഉണ്ട്, മിസ്സിസ് പീറ്റേഴ്സും വരുന്നുണ്ട്. ഇവരൊക്കെയാണ് ഈ ഒരു അന്വേഷിക്കാൻ വരുന്നത്. The men come to search for legal evidence of the crime, while the women are there mainly to collect some clothes for Minnie Wright, the farmer's wife who has been arrested for the murder. അപ്പോൾ പുരുഷന്മാർ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ കുറ്റകൃത്യത്തിൻ്റെ തെളിവുകൾ, ശാസ്ത്രീയമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്താനാണ് അവരവിടെ എത്തിയിരിക്കുന്നത്. പക്ഷേ സ്ത്രീകൾ വന്നിട്ടുള്ളത്, അതായത് മിസ്സിസ് ഹെയിലും മിസ്സിസ് പീറ്റേഴ്സൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു കർഷകൻ്റെ ഭാര്യ, ജോൺ റൈറ്റിൻ്റെ ഭാര്യ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഈ ഒരു മർഡറിൻ്റെ ഫലമായിട്ട്. അവർക്ക് വസ്ത്രങ്ങൾ കൊണ്ടുപോകാനാണ് ഈ സ്ത്രീകൾ വന്നിരിക്കുന്നത്. അവരിപ്പോൾ ജയിലിലാണ്. Mr. Hill explains how he discovered the crime. The day before, he went to the Wright house to ask Johnny Wright about installing a telephone line. When he entered the house, he found Minnie Wright sitting quietly in a rocking chair. She looked strange, distant, and calm. When he asked where John Wright was, she told him that her husband was dead. She explained that he had died with a rope around his neck while he was sleeping. Her calm and unusual behavior made Mr. Hale suspicious, so he contacted the authorities. Afterward, Minnie Wright was taken to jail. അങ്ങനെ മിസ്റ്റർ ഹെയിൽ ഈ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുകയാണ്. അതായത് ഈ ഒരു ജോർജ്, ഈ ഒരു കർഷകൻ മരിക്കുന്നതിന് മുമ്പത്തെ ദിവസം അദ്ദേഹം, ജോർജ് അല്ല ജോൺ റൈറ്റ് ആണ് കേട്ടോ, അദ്ദേഹം ജോൺ റൈറ്റിനോട് ആ വീട്ടിൽ വന്നിട്ട് ചോദിക്കുകയാണ്, ടെലിഫോൺ ലൈന് സ്ഥാപിക്കുന്ന കാര്യത്തിൽ സംസാരിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു മിസ്റ്റർ ഹെയിൽ. അപ്പോൾ വീട്ടിൽ കയറുന്ന സമയത്ത് മിന്നി റൈറ്റിനെ ഒരു റോക്കിംഗ് ചെയറിൽ ശാന്തമായിട്ട് ഇരിക്കുന്നത് കണ്ടു. അവൾ അസാധാരണമായിട്ട് ശാന്തവും വളരെ കാമായിട്ട് പീസ്ഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. ജോൺ റൈറ്റ് എവിടെയാണ് എന്ന് ചോദിച്ച സമയത്ത് അവൾ വളരെ ശാന്തമായിട്ട് അദ്ദേഹം മരിച്ചു എന്ന് പറയുന്നുണ്ട്. അവൾ പറഞ്ഞ കാര്യം ഇങ്ങനെയാണ്, അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കഴുത്തിൽ കയറിട്ട് കൊല്ലപ്പെട്ടു എന്നാണ് അവൾ പറഞ്ഞത്. അപ്പം മിന്നിയുടെ ഈ ഒരു വിചിത്രമായിട്ടുള്ള ശാന്തത മിസ്റ്റർ ഹെയിലിനെ സംശയത്തിന് ഉളവാക്കി. അതിൽ അദ്ദേഹം അധികാരികളെ വിളിച്ചു. പിന്നീട് മിന്നി റൈറ്റ്സിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് കൊണ്ടുപോകാണ് ഉണ്ടായത്. അപ്പോൾ മിസ്റ്റർ ഹെയിൽ തലേദിവസം നടന്നിട്ടുള്ള സംഭവങ്ങൾ വിവരിക്കുകയാണ് ഈ ഒരു കർഷകൻ മരിക്കുന്നതിന് മുമ്പ്.
When the group arrives at the house, the men begin their investigation by searching for clear clues and a strong motive for the murder. They move through the rooms looking for evidence that could explain why Minnie might have killed her husband. However, they quickly dismiss the kitchen as unimportant. They laugh at the women for paying attention to small domestic matters such as broken jars of fruit preserves and unfinished housework. The men believe these things are trivial and useless for solving the case. അപ്പോൾ അവർ ഇങ്ങനെ അന്വേഷണം നടത്തുകയാണ് വീട് പരിശോധിക്കാൻ തുടങ്ങി. പുരുഷന്മാർ വീട് പരിശോധിക്കുന്നത് അവർ എന്തെങ്കിലും ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള പ്രൂഫ് എന്തെങ്കിലും കിട്ടും എന്ന് വിചാരിച്ചിട്ടാണ്. അവർ കൊലപാതകത്തിന് പിന്നിലുള്ള വ്യക്തമായ കാരണവും ശക്തമായിട്ടുള്ള തെളിവുകളൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് പുരുഷന്മാർ ചെയ്യുന്നത്. അവർ വീട്ടിലെ മുറികളെല്ലാം തിരഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ സ്ത്രീകൾ ചെയ്യുന്നത് അടുക്കളയിൽ പ്രാധാന്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഇങ്ങനെ അന്വേഷണം നടത്തുകയാണ്. അതായത് പുരുഷന്മാർ പറയുന്നത് അടുക്കളയിലൊന്നും തിരയേണ്ടതില്ല, അത് വലിയൊരു പ്രാധാന്യമില്ലാത്ത സ്ഥലമാണെന്നാണ് പുരുഷന്മാർ വാദിക്കുന്നത്. അത് തന്നെയാണ് ഇവിടുത്തെ തീമായിട്ട് വരുന്നത്. അതായത് സ്ത്രീകൾ കുറച്ചും കൂടെ ഇമോഷണലായിട്ടുള്ള രീതിയിലാണ്, ഇമോഷണൽ ജസ്റ്റിസാണ് അവർ ഫോളോ ചെയ്യുന്നത്. പുരുഷന്മാർ അങ്ങനെയല്ല എന്ന് പറയുന്നുണ്ട്. പുരുഷന്മാർ ലീഗൽ ജസ്റ്റിസ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ത്രീകൾ അവിടെ തകരാറിലായിട്ടുള്ള, അതായത് പൊട്ടിയിട്ടുള്ള പഴയ ജാറുകൾ, അതുപോലെ പൂർത്തിയാക്കാത്ത വീട്ടിലെ കുറേ ഹൗസ് ഹോൾഡ് വർക്ക് ഉണ്ട്, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് സ്ത്രീകൾ സംസാരിക്കുന്നത്. പുരുഷന്മാർക്ക് ഈ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ കാര്യങ്ങളായിട്ടാണ് അവർക്ക് തോന്നുന്നത്. അതായത് ഈ ഒരു കിച്ചണിലെ കാര്യങ്ങളൊക്കെ, ആ ഒരു ചെറിയ കാര്യങ്ങൾ കൊണ്ട് ഈ ക്രൈം സോൾവ് ചെയ്യാൻ കഴിയില്ല എന്നാണ് പുരുഷന്മാർ വാദിക്കുന്നത്. While the men continue searching in other parts of the house, Mrs. Hale and Mrs. Peters remain in the kitchen. As they look around, they begin to notice small details that the men ignored. അങ്ങനെ പുരുഷന്മാർ വീട്ടിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് മിസ്സിസ് ഹെയിലും മിസ്സിസ് പീറ്റേഴ്സും അടുക്കളയിൽ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ ചുറ്റും നോക്കുമ്പോൾ പുരുഷന്മാർ ശ്രദ്ധിക്കാതെ പോയ ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ശ്രദ്ധയിൽ പെടുന്നുണ്ട്. They see that Minnie had been working in the kitchen before something disturbed her. There is shifted floor left unfinished and the table is messy, suggesting that she was suddenly interrupted. They also notice a quilt that Minnie had been sewing. Most of the stitching is neat and careful, but the last section is uneven and messy. This makes the women think that Minnie was extremely nervous or upset while sewing it. അപ്പോൾ സ്ത്രീകൾ കണ്ടെത്തിയിട്ടുള്ള ചെറിയ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, അടുക്കളയിൽ പകുതി വരെ ചെയ്ത ജോലി അവിടെ തന്നെ നിൽക്കുന്നതായിട്ട് കാണപ്പെട്ടു. അതിനൊരു അർത്ഥം എന്താ വെച്ചാൽ, ഒരു മേർഡർ എന്തെങ്കിലും ഒരു വലിയൊരു ഇൻസിഡൻറ്റ് സംഭവിച്ച സമയത്താണ് ഈ ഒരു ഹൗസ് ഹോൾഡ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുപോലെ മാവ് അരച്ചു വെച്ചതും മേശ അലങ്കോലമായിട്ടുള്ളതൊക്കെ കാണാൻ കഴിഞ്ഞു. സ്ത്രീകൾ ഇവിടെ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊക്കെ മിന്നി റൈറ്റ് എന്തെങ്കിലും സംഭവിച്ചപ്പോൾ പെട്ടെന്ന് ജോലി നിർത്തിയതായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അവൾ തുന്നിക്കൊണ്ടിരുന്ന ഒരു കിൽറ്റും അവർ കാണുന്നുണ്ട്. അതിലെ ഭൂരിഭാഗം തുന്നലുകളും നന്നായിരുന്നെങ്കിലും അവസാന ഭാഗം അലങ്കോലമായിട്ട് കാണപ്പെട്ടു. ഇത് അവൾ അന്ന് വളരെ വിഷമത്തിലായിരുന്നു എന്ന് സ്ത്രീകൾക്ക് തോന്നിക്കുന്നുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് സ്ത്രീകൾ നോട്ടീസ് ചെയ്യുന്നത്. As they continue looking around, the women find an empty birdcage with a broken door hinge. The damaged cage suggests that someone had been rough with it. This discovery makes them wonder what happened to the bird that once lived inside it. Mrs. Hale begins to remember what Minnie was like before her marriage. Before she became Mrs. Wright, she was known as Minnie Foster, a cheerful young woman who wore pretty clothes and sang beautifully in the church choir. After marrying John Wright, her life changed. The Wright house was lonely and silent, and John Wright was known to be a hard and quiet man who did not allow much happiness in the home. Over the years, Minnie became withdrawn and unhappy, almost like a different person. അപ്പോൾ ഈ സ്ത്രീകൾ കണ്ടെത്തിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അവർ കുറച്ച് നേരം കഴിഞ്ഞ് അവരൊരു പക്ഷിക്കൂട് കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ വാതിൽ തകർന്ന നിലയിലാണ്. ഇതാരോ ശക്തമായിട്ട്
തള്ളി തകർത്ത ഒരു പോലെ തോന്നിയിട്ടുണ്ട്. ഇതോടെ അവിടെ ഉണ്ടായിരുന്ന പക്ഷിക്ക് എന്ത് സംഭവിച്ചു എന്ന് ഈ സ്ത്രീകൾ ആലോചിക്കുന്നുണ്ട്. ഈ സമയത്ത് മിസ്സിസ് ഹെയിൽ മിന്നിയുടെ പഴയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുകയാണ്. വിവാഹത്തിന് മുമ്പ് അവൾ മിന്നി ഫോസ്റ്റർ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അവൾ സന്തോഷവതിയായിട്ടുള്ള യുവതിയായിരുന്നു. മനോഹരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും പള്ളിയിലെ ഗായക സംഘത്തിലൊക്കെ പാടുകയും ചെയ്തിരുന്നു. എന്നാൽ ജോൺ റൈറ്റിന് വിവാഹം കഴിച്ചതിന് ശേഷം അവളുടെ ജീവിതം മാറി. ജോൺ റൈറ്റ് വീട്ടിൽ ആ ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല അവരുടെ വീട്ടിൽ. ജോൺ റൈറ്റ് കുറച്ച് കർക്കശക്കാരനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം മിന്നി വളരെ ശാന്തതയും ഏകാന്തതയുമായിട്ടുള്ള ഒരു സ്ത്രീയായിട്ട് മാറി. ഇതൊക്കെ അവർ കണ്ടെത്തുന്ന ഒരു കാര്യമാണ്. While searching Minnie's sewing basket for some silks to wrap the quilt, the woman discovered a small box. Inside the box, they find a dead canary. അപ്പോൾ ആ പക്ഷി എവിടെ പോയി? കൂടൊക്കെ തകർത്തിട്ടുണ്ട്, പക്ഷേ പക്ഷി എവിടെ പോയി എന്നുള്ള ചോദ്യം ഈ സ്ത്രീകളുടെ മനസ്സിൽ വന്നു, മിസ്സിസ് ഹെയിലിൻ്റെയും മിസ്സിസ് പീറ്റേഴ്സിൻ്റെയും. അപ്പോൾ മിന്നിയുടെ ഒരു തുന്നൽ ബോക്സിൽ നിന്ന് നൂല് തേടുന്നതിനിടയിൽ സ്ത്രീകൾ ഒരു ചെറിയ മനോഹര പെട്ടി കണ്ടെത്തുന്നുണ്ട്. അതിൻ്റെ ഉള്ളിലാണ് ഇൻസൈഡ് ദ ബോക്സ് ദേ ഫൈൻഡ് എ ഡെഡ് കാനറി. അതിൻ്റെ ഉള്ളിലാണ് മരിച്ചിട്ടുള്ള പക്ഷിനെ കണ്ടെത്തുന്നത്. The bird's neck has been wrung, showing that it was deliberately killed. This discovery shocks the woman. They quickly understand the meaning behind it. The canary had probably been Minnie's only source of joy in the lonely house. Its singing reminded her of the happy life she once had when she used to sing herself. If John Wright killed the bird to silence his song, it would have destroyed Minnie's last connection to happiness and beauty. The woman realized that this cruel act may have pushed Minnie to kill her husband in the same way by strangling him. അപ്പോൾ ആ പക്ഷിനെ ആ ഒരു പെട്ടിക്കകത്തുനിന്ന് കാണുന്നുണ്ട്. അതിൻ്റെ കഴുത്ത് നെരിച്ചാണ് ഇത് കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ സ്ത്രീകൾക്ക് അതിശയമായിരുന്നു. ഈ പക്ഷി മിന്നിയുടെ ഏക സന്തോഷമായിരുന്നു. അതിൻ്റെ പാട്ട് അവൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. അവളുടെ പഴയ സന്തോഷകരമായ ജീവിതത്തെ ഓർമ്മിപ്പിക്കുന്ന ഒരു തരത്തിലുള്ള പാട്ടായിരുന്നു ഈ പക്ഷി പാടിയിരുന്നത്. ജോൺ റൈറ്റ് ഈ പക്ഷിയെ കൊന്ന് അതിൻ്റെ പാട്ട് നിശബ്ദമാക്കിയിരുന്നെങ്കിൽ അത് മിന്നിയുടെ ജീവിതത്തിലെ അവസാന സന്തോഷവും ഇല്ലാതാക്കിയിട്ടുണ്ടാവും. അതായത് ജോൺ റൈറ്റ് ആണ് ഇതിനെ കൊന്നതെങ്കിൽ അവൾക്ക് പിന്നെ ഇതിൻ്റെ പക്ഷിൻ്റെ പാട്ട് കേൾക്കാൻ കഴിയില്ല. അവൾക്ക് അവളുടെ അവസാന സന്തോഷം നിലച്ചിരിക്കാം. അതിനാൽ കോപത്തിലും ദുഃഖത്തിലും പിന്നെ ഭർത്താവിനെ അതേ രീതിയിൽ കൊന്നിരിക്കാമെന്ന് ഈ സ്ത്രീകൾ തിരിച്ചറിയാണ്. As the women come to this realization, they begin to feel deep sympathy for Minnie. Mrs. Peters struggles with her feelings because she is the sheriff's wife and believes she should follow the law. However, she remembers a painful childhood experience when a boy killed her kitten, and she recalls how angry and helpless she felt at that moment. This memory helps her understand Minnie's pain and emotional suffering. അപ്പോൾ ഈ കണ്ടെത്തലിന് ശേഷം സ്ത്രീകൾക്ക് മിന്നിയോട് വലിയ ഒരു സഹാനുഭൂതിയൊക്കെ തോന്നി. മിസ്സിസ് പീറ്റേഴ്സ് തൻ്റെ മനസ്സുമായിട്ട് പോരാടുകയാണ്. അതായത് മിസ്സിസ് പീറ്റേഴ്സിൻ്റെ ഭർത്താവ് ഷെരീഫാണ്. അതിനാൽ നിയമത്തെ പിന്തുടരേണ്ടതായിട്ട് വരുന്നുണ്ട്. നിയമത്തെ ലംഘിക്കാൻ പാടില്ല. അതായത് മിന്നി റൈറ്റിനെ രക്ഷിക്കാൻ പാടില്ല. പക്ഷേ അവളുടെ മനസ്സിൽ അവളുടെ ബാല്യത്തിൽ ഒരു കുട്ടി തൻ്റെ പൂച്ചക്കുട്ടിയെ കൊന്ന സംഭവത്തെ അവൾ ഓർക്കുന്നുണ്ട്. ആ സമയത്ത് അവൾ അനുഭവിച്ച ദുഃഖവും ദേഷ്യവും ഒക്കെ അവൾക്ക് മിന്നി റൈറ്റിൻ്റെ വേദന മനസ്സിലാക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ത്രീകൾ ചെറിയ ചെറിയ വീട്ടിലെ ഓരോ അടുക്കളയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിച്ച് കൊണ്ടാണ് അവർ ഈ ഒരു ക്രൈം അവർ തെളിയിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ പുരുഷന്മാരാണെങ്കിൽ ഒരു ലീഗൽ ജസ്റ്റിസാണ് ഫോളോ ചെയ്യുക. പക്ഷേ സ്ത്രീകൾ കുറച്ചും കൂടെ മോറൽ ആൻഡ് ഇമോഷണൽ ജസ്റ്റിസാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. Next, when the men returned to the kitchen, they continued to joke about the woman's concern for small household matters. The county attorney sarcastically asked whether Minnie planned to quilt it or not it. Referring to the quilt she was sewing, while the men laughed, the woman silently exchanged looks. They now understand the truth about the murder and Minnie's motive. Instead of revealing the evidence, Mrs. Hale quickly hides a box containing the dead canary in her coat pocket so that the men will not see it.
അവസാനം പുരുഷന്മാർ അവരുടെ ഇൻവെസ്റ്റിഗേഷനൊക്കെ അവസാനിപ്പിച്ച് അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അവർ ഇപ്പോഴും അവർ സ്ത്രീകളെ പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങളിപ്പോഴും ചെറിയ കാര്യങ്ങളിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണോ, ഈ വീട്ടിലെ ജാറ് പൊട്ടിയതും മറ്റേതൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. കൗണ്ടി അറ്റോർണി പരിഹാസത്തോടെ മിന്നി കിൽറ്റ് നോട്ട് ചെയ്യുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് സ്ത്രീകൾ തമ്മിൽ നോക്കുന്നുണ്ട്. അവരിപ്പോൾ സംഭവത്തിൻ്റെ യഥാർത്ഥ സത്യത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് സംഭവം, എന്താണ് മിന്നി റൈറ്റിൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ളത്, മിന്നി റൈറ്റിൻ്റെ നിസ്സഹായാവസ്ഥയൊക്കെ ഇവർക്കും റിയലൈസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിസ്സിസ് ഹെയിൽ ആ പക്ഷിയുടെ ആ പെട്ടി തൻ്റെ കോട്ട് പോക്കറ്റിൽ ഒളിപ്പിക്കുന്നുണ്ട്. അതുവഴി പുരുഷന്മാർക്ക് അത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് അവൾ അത് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അതായത് ഇവർ മിന്നി റൈറ്റിനെ രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഈ സ്ത്രീകൾക്ക് മിന്നി റൈറ്റിൻ്റെ അവസ്ഥ മനസ്സിലായിട്ടുണ്ട്. അവരൊരു ഇമോഷണൽ ജസ്റ്റിസാണ് ഇവിടെ നടപ്പാക്കാൻ പോകുന്നത്. അതായത് ഒരു ലീഗൽ ജസ്റ്റിസിന് പകരമായിട്ട് ഒരു വൈകാരികപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ധാർമ്മികപരമായിട്ടുള്ള മോറൽ ജസ്റ്റിസാണ് അവർ നടപ്പാക്കാൻ പോകുന്നത്. By hiding the bird, Mrs. Sale and Mrs. Peters make an important moral decision, although they know that the bird is the key evidence explaining the motive for the crime. They choose to protect Minnie. In that moment, they become a jury of peers. Even though women were not allowed to serve on juries at that time, these two women judged Minnie's situation based on empathy and understanding. They believe that her years of loneliness, isolation, and emotional suffering led to a tragic event. Because of this, they decide not to reveal the truth to men. അങ്ങനെ ഈ സമയത്ത് മിസ്സിസ് ഹെയിലും മിസ്സിസ് പീറ്റേഴ്സും ഒരു പ്രധാന തീരുമാനം എടുക്കുന്നുണ്ട്. അവരൊരു ഇമോഷണൽ അല്ലെങ്കിൽ ഒരു മോറൽ, ഒരു ധാർമ്മികതപരമായിട്ടുള്ള ഒരു ജസ്റ്റിസ്, ഒരു നീതിയാണ് അവർ നടപ്പാക്കാൻ പോകുന്നത്. ഈ ഒരു പക്ഷി, ഈ ഒരു കൊല്ലപ്പെട്ടിട്ടുള്ള പക്ഷി കൊലപാതകത്തിൻ്റെ പ്രധാന തെളിവാണെന്ന് അവർക്ക് മനസ്സിലായി. അവർ മിന്നിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു തെളിവ് മറച്ചു വെക്കുന്നുണ്ട്. ആ നിമിഷത്തിൽ അവർ മിന്നിയുടെ ഒരു ജൂറി ഓഫ് പിയേഴ്സ്, ഒരു സഹപക്ഷ ജൂറിയായിട്ട് മാറുന്നു. ആ കാലത്ത് സ്ത്രീകൾക്ക് ജൂറിയിൽ സേവനം ചെയ്യാൻ അനുവാദമില്ലായിരുന്നു. എന്നിരുന്നാലും ഈ രണ്ട് സ്ത്രീകൾ മിന്നിയുടെ ജീവിതവും അവൾ അനുഭവിച്ച ദുഃഖവും മനസ്സിലാക്കി അവൾക്കായിട്ട് വിധി പറയുകയാണ് ചെയ്യുന്നത്. The story ends with the men still unaware of the important evidence hidden in the kitchen. Their belief that domestic life and women's concerns are unimportant prevents them from solving the case. In contrast, the woman's attention to small details shows them to understand the real story behind the crime. The story therefore shows how women's experiences and perspectives can reveal truths that others overlook, and it highlights the injustice and loneliness many women faced in society during that time. അപ്പോൾ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയുടെ അവസാനം പുരുഷന്മാർക്ക് ഈ പ്രധാന തെളിവിനെ കുറിച്ചിട്ട്, ഈ ഒരു പക്ഷിയെ കുറിച്ചിട്ട് ഒരു വിവരവും അവർക്കില്ല. അവർക്കിതൊന്നും ഈ ഒരു തെളിവില്ലാതെയാണ് അവർ അന്വേഷണം തുടരുന്നത്. അങ്ങനെ അവർ അന്വേഷണം തുടരുന്നു. സ്ത്രീകളുടെ ജീവിതവും വീട്ടുപണികളും പ്രാധാന്യമില്ലെന്ന് കരുതിയത് കൊണ്ടാണ് അവർ സത്യത്തെ കാണാതെ പോയത്. മറുവശത്ത് സ്ത്രീകൾ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചത് കൊണ്ടാണ് സംഭവത്തിൻ്റെ യഥാർത്ഥ കഥ അവർ മനസ്സിലാക്കുന്നത്. ഈ കഥ സ്ത്രീകളുടെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും പലപ്പോഴും സമൂഹം അവഗണിക്കുന്ന സത്യങ്ങളെ പുറത്തു കൊണ്ടുവരാൻ സഹായിക്കുന്നുവെന്ന് കാണിക്കുന്നുണ്ട്. അതായത് പുരുഷന്മാർ പുച്ഛിച്ച് തള്ളുന്ന അടുക്കളയിലെ ചെറിയ ചെറിയ കാര്യങ്ങൾ സ്ത്രീകളെ വീക്ഷിച്ചുകൊണ്ട് അവർക്ക് ഈ ഒരു കൊലപാതകം കണ്ടെത്താൻ കഴിഞ്ഞു. പക്ഷേ പുരുഷന്മാർ അതിനെ പുച്ഛിച്ച് തള്ളിയത് കൊണ്ട് അതിൻ്റെ തെളിവ് പുരുഷന്മാർക്ക് കിട്ടിയില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, താങ്ക് യു.